ഹേ ഗൈസ്, കുറേ ദിവസം ഇങ്ങനത്തെ ഒരു ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇന്നൊരു വ്ളോഗിനുള്ള സ്കോപ്പ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ നിൽക്കണേ. സംഭവം വേറൊന്നുമില്ല, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിൾ ടീമിനെ വീണ്ടും മീറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ ഷാരോണ്, ഐമനും അജിത്ത് ഉണ്ടെന്നൊക്കെ പറയാനായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ, അതുകൊണ്ടെങ്കിൽ അവനെയും കാണാം. നമ്മൾ മീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ സ്ഥിരമായി എപ്പോഴും പോകാറുള്ള ഫ്രണ്ട് സർക്കിളിൻ്റെ സ്ഥിരം മീറ്റിംഗ് സെൻ്റർ ആയിട്ടുള്ള ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം ലുലു മാളിലാണ്. അപ്പോൾ അവന്മാരിപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് അവന്മാരോട് അങ്ങ് പോകണം. അപ്പോൾ അവന്മാർ വരട്ടെ. ഓക്കെ, അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഷാരോൺ എൻ്റെ വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അവൻ്റെ വണ്ടി കയറി ലുലുവിലോട്ട്. ഓക്കെ, അപ്പം നമ്മളെ വീട്ടിൽ ഷാരോൺ വന്ന് അവൻ്റെ വണ്ടി കയറി നമ്മൾ പോവേണേ. ഓക്കെ, ഈ വഴി വെച്ച് അങ്ങനെ വഴിയിൽ നിന്ന് നമ്മളെ അയ്മനെ കിട്ടിയിരിക്കുന്നു. അങ്ങനെ അവനും വണ്ടി കൊണ്ടുവന്നിരിക്കുന്നു. നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ലുലു മാളിൻ്റെ ലൊക്കേഷൻ നമ്മളൊന്ന് മാറ്റി പിടിച്ച് നമ്മൾ പോണ വഴിക്കാണ് ലുലു മാളിൽ പോകേണ്ട മാറ്റി പിടിക്കാൻ വിചാരിച്ചത്. അങ്ങനെ നമ്മൾ എവിടെയാണ് ചേരണ പോണേ? ഏറ്റവും വേണ്ടി നേരെ കോവളം. നമ്മൾ നേരെ ഇനി കോവളത്തോട്ടാണ് പോകാൻ പോണേ. അപ്പം ഇനി കോവളത്തെ നീക്കി കാണാം. ബാക്കിൽ അയ്മനുണ്ട്. അവിടെ കുറെ ഉണ്ടോ? ഓട്ടോസ് ലോ മോഷന്റെ വരെയാണ് അയ്മൻ. കാരണം അയ്മനെ വഴി അറിഞ്ഞൂടാ. അവന് വഴി അറിഞ്ഞൂടാ, നമ്മളെ പറയാണ് പറഞ്ഞത്. പിന്നെ വഴി അറിഞ്ഞൂടാ, പോണ വഴിക്ക് ഇനി ഗൂഗിൾ മാപ്പ് ഇടേണ്ടി വരും. അങ്ങനെ ലുലുമാളി പോകേണ്ട വഴി പോലെ അവൻ അറിഞ്ഞു. അതാണ്. അപ്പൊ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. നമ്മള് കോവളത്ത് എത്തിയിരിക്കുന്നു. പയ്യന്മാരെല്ലാം ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോയാൽ നമ്മൾ കാട്ടിനകത്തായിരിക്കും. അങ്ങോട്ടും കടലുണ്ട്, അങ്ങോട്ടും കടൽ, ഇങ്ങോട്ടും കടൽ. നമ്മളെന്തായാലും ഒരു കോവളത്തിന്റെ അതൊരു സൈഡിൽ നമുക്ക് നേരെ പോവാം. നേരെ പോയാൽ കടൽ കയറാം. ഉണ്ടോ? അവ ഇറങ്ങിപ്പോയി. ഞാൻ ഷൂവെങ്കിലും ഊരിയിരിക്കും. നമ്മള് കടപ്പുറത്ത് വന്നിരിക്കുന്നു. ഷാരോണ്ട് നടന്നു പോകും. നമ്മൾ കോവളം ബീച്ചിലെത്തി. നമ്മൾ ലൈറ്റ് ഹൗസിനാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ലൈറ്റ് ഹൗസ് കാണാനില്ല, അല്ലെങ്കിൽ ലൈറ്റ് ഹൗസ് കയറായിരുന്നു. നീ എന്താ കാണിക്കണേ? കൊള്ളാല്ലേ ആ വ്യൂ? കൊള്ളായിരുന്നു. ആകെ അയ്മന്റെ പുതിയ കണ്ടുപിടുത്തമാണ് ആ മണലിളകി പറഞ്ഞാണ് അവന്റെ കടൽ പാമ്പ്. എന്തൊക്കെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് അയ്മ. അത് ഇവിടെ അല്ലടാ, അത് അവിടെ ആലപ്പുഴ. അയ്മന്റെ പുതിയ ചെരുപ്പ്, വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ചെരുപ്പ് പോയി. കോവളം ബീച്ചിന്റെ ഏതോ ഒരു സൈഡിൽ വന്ന് നിൽക്കുകയാണ്. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. കേട്ടോ, ഷാരോണ് ഫോട്ടോ എടുക്കാനുള്ള ലൊക്കേഷനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒക്കെ ആയിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു വഴി ഇരിക്കുകയാണ്. ഷാരോണെ പുറത്ത് അയ്മനുണ്ട്. അവന് പേടിക്കും. അവന് വ്ളോഗ് ഉണ്ടാവുക പേടി. പൊട്ടിയ കാലം അത് വീണ്ടും പൊട്ടിച്ച്. അവന് ഇഷ്ടമല്ല കാലത്തിന്. ഇവിടെ അതെന്തിടാ അവിടെ? ഓ മൈ ഗോഡ്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? കേസ് അങ്ങനെ ഇതാണ് കോവളം ബീച്ച്. ഈ കോവളം ബീച്ച് ഏകദേശം കോവളത്തൊട്ടൊക്കെ ആയിട്ട് വരും. അപ്പൊ നമ്മള് കോവളത്ത് നിന്നിട്ട് കുറെ നേരം. നമ്മൾ രാവിലെ എത്ര മണിക്കൂർ അവിടെ വന്നാ? 10:30 ആയപ്പോ ഇവിടെ എത്തി. ഇപ്പൊ എത്ര മണിയായി നോക്കാം? 11:45. കുറെ നേരം നമ്മൾ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്. ലൈറ്റ് ഹൗസ് നമ്മൾ കണ്ടില്ല, ഇനി കയറാൻ നോക്കണ്ട. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും സ്പോട്ടിൽ പോകാമെന്ന് നമ്മൾ ആലോചിക്കണേ. അടുത്ത വേറെ സ്പോട്ടിൽ പോകാം. പോവാം.
ഹൈവേ പിടിച്ചങ്ങ് സ്ട്രൈറ്റ് പോയാ പോവാം. ഒറ്റ മൈൻഡ്. അപ്പൊ നമ്മൾ നേരെ ലുലുലോട്ട്. അങ്ങനെ നമ്മള് ലുലു മാളിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് ലുലുമാളി വന്നു. ഇപ്പൊ കുറച്ചു നേരം കറങ്ങി നടന്നിട്ട് ഇപ്പൊ കാലമായിട്ടുണ്ട്. നമ്മൾ ഫണ്ട് ടൂറേ വന്നിരിക്കുകയാണ്. ചാകുന്നുണ്ട് അയ്മാ. ഇനി നമ്മൾ എവിടെ ഇരുന്ന് കുറച്ചു നേരം എനിക്ക് ഫുഡെല്ലാം കഴിക്കാം. എന്നിട്ട് കുറച്ചു നേരം ഫോട്ടോ ഒക്കെ എടുത്ത് കറങ്ങി വന്നിട്ട് നമ്മളിപ്പോ ലുലു മാളിന്റെ കൈ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റുഡിയോ കയറി കുറച്ചു നേരം കാണാം. സ്റ്റുഡിയോ ആകെ മാറിപ്പോയി ഗേസ്. നമ്മൾ സ്റ്റുഡിയോയുടെ അകത്ത് വന്നിരിക്കുകയാണ്. സ്റ്റുഡിയോ ഭയങ്കര മാറ്റമാണ് ഗേസ് മാറിയിരിക്കുന്നത്. എന്തൊരു മാറ്റമാണ് മാറിയിരിക്കുക. നമ്മൾ ഇവിടുത്തെ കണ്ണാടിയിൽ നിന്ന് ഓ ഗേസ് ക്യാമറ ഫ്ലിക്കർ ആവണുണ്ടേ. കൊള്ളാം. നമ്മളിനി ഇവിടെ സ്റ്റുഡിയോയിൽ കിടന്ന് കുറച്ചു നേരം കാണാം. നമ്മള് ലുലുമാളി കയറിയിട്ടൊന്നും വാങ്ങിച്ചില്ല എന്ന് പറയണ്ട. ഞാനാണെങ്കിൽ ഒരു സ്പ്രേ, ഒന്നല്ല 2 സ്പ്രേ വാങ്ങിച്ചു. ഒരെണ്ണം ആയിമൻ്റെ കയ്യിരിക്കുകയാണ്. ഒരു സ്പ്രേ, 2 സ്പ്രേ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പുറത്തിറങ്ങി ഫുഡ് കഴിക്കാനാണ് പ്ലാൻ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പൂമല റെസ്റ്റോറൻറ്റിലോട്ടാണ് വന്നത്. ഞാനും ഷാരോണും കൂടെ ഊണാണ് പറഞ്ഞത്. അയ്മനാണെങ്കിൽ 100 രൂപയ്ക്ക് അകത്ത് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് പൊറോട്ടയും തക്കാളി കറി ഓർഡർ ചെയ്തേ. ചിക്കന് വിലയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ തക്കാളി കറി ഓർഡർ ചെയ്തത്. വന്നപ്പോഴാണ് അവൻ സത്യം മനസ്സിലാക്കിയത്. തക്കാളി കറിക്ക് മാത്രം അവിടെ 100 രൂപയായിരുന്നു. ഓർഡറും ചെയ്ത് പോയി ഇനി കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയായിരിക്കണം അയ്മനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മൾ ഉച്ചത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. നമ്മളെ ലുലുവിന്റെ നേരെ ഓപ്പോസിറ്റ് പൂമരത്തിൽ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. ഇനി നമ്മൾ പ്രൊമോഷൻ കൊടുക്കണം. ഇരിക്കട്ടെ എവിടെ നിന്നാണ് കഴിച്ചതെന്നൊക്കെ പറയാൻ. ഇനി നമ്മൾ നേരെ ചലിക്കുകയാണ് വീട്ടിലോട്ട്. അങ്ങനെ കറക്കമെല്ലാം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നേക്കാണ്. ഇനി ഇവിടുന്ന് വീട്ടിലോട്ട് പോകും. യെസ് ഗൈസ്, അപ്പം അത്രേ ഉള്ളൂ. ഒരു കുഞ്ഞ് വ്ളോഗാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വ്ളോഗിൽ കാണാം. ശരിയെന്ന്. അത്രേ ഉള്ളൂ. ഒരു കുഞ്ഞ് വ്ളോഗായി.